മദ്രാസിൽ നിന്ന് പാട്നയിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ കൊച്ചിയിൽ നിന്ന് മദ്രാസിലേക്കുള്ള യാത്രയും അവിടെ വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് തന്നെയായിരുന്നു എന്നുള്ള കാര്യവും, അതിനുശേഷം പിന്നെ പാട്ന ലക്ഷ്യമാക്കി മദ്രാസിൽ നിന്നുള്ള യാത്രികരെയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് യാത്ര ആരംഭിക്കുന്നത് എന്നുള്ള കാര്യവും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ബാക്കി ഭാഗം എന്നപോലെയാണ് അടുത്ത എപ്പിസോഡിലായ ഈ ഒരു എപ്പിസോഡിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ മദ്രാസിൽ നിന്ന് ഞാൻ യാത്ര ആരംഭിക്കുകയാണ്. ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബീഹാറിന്റെ തലസ്ഥാന നഗരിയായ പാട്നയാണ്. പാട്ന ലക്ഷ്യമാക്കി ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് നടത്തിയിരിക്കുകയാണ്. മുകളിലേക്ക് പറന്നുയരുന്ന ആ രംഗങ്ങൾ മുഴുവനും എന്റെ വീഡിയോയിൽ പകർത്തുവാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ ആയിരിക്കുന്നത്. വീണ്ടും ഞാൻ വിൻഡോ സീറ്റ് തന്നെയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. കാരണം ടേക്ക് ഓഫിന്റെ സമയത്തും ലാൻഡിങ്ങിന്റെ സമയത്തുമുള്ള ഇമവെട്ടാതെയുള്ള കാഴ്ചകൾ അത് ഞാൻ നോക്കിക്കാണുകയും ഒപ്പം വീഡിയോയിൽ പകർത്തുകയും ചെയ്യുന്നത് ഒരുപോലെ സാധ്യതമാണ്. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഘട്ടവും അതുതന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയും ഒപ്പം ഈ കാഴ്ചകളും ഒക്കെ ഒരേ സമയത്ത് എന്നെ സംബന്ധിച്ചോളം നടക്കുന്നു എന്നുള്ളതാണ് എന്റെ മാത്രം ഒരു വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇമവെട്ടാതെ ഞാൻ ഈ ഒരു കാര്യം എക്സ്പ്ലോർ ചെയ്യുകയും വീഡിയോയിൽ പകർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴ്വാര കാഴ്ചകൾ എപ്പോഴൊക്കെ കാണുവാൻ സാധിക്കുന്ന അപ്പോഴൊക്കെ എന്റെ വീഡിയോ ചലിച്ചുകൊണ്ടിരിക്കും. അപ്രകാരമുള്ള ഒരു കാഴ്ചയാണ് പാട്ന ഭാഗത്തു നിന്ന് ബീഹാർ ഭാഗത്തു നിന്ന് ഞാൻ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീഹാറിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. താഴ്വാരത്തില് എന്താണ് എന്നുള്ള കാര്യം ഒന്നും എനിക്ക് വ്യക്തമല്ല. എങ്കിലും ബീഹാർ സ്റ്റേറ്റിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ കണ്ട കാഴ്ചകളൊക്കെ എന്റെ വീഡിയോയിൽ പകർത്തുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബീഹാറിന്റെ തലസ്ഥാന നഗരിയായ പാട്നയാണ്. പാട്നയിൽ മണിയംകുളം ഇടവഴിയിൽപ്പെട്ട ജോസാർ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതും സ്വന്തം സ്കൂളില്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇടയ്ക്കിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഞാൻ നടത്തുന്നത്. ഇടവകയിൽ വെച്ച് നടന്ന ഒരു ചരമവാർഷികത്തോട് അനുബന്ധിച്ചാണ് സാറിനെ ഞാൻ കൂടുതൽ പരിചയപ്പെട്ടത്. അപ്പോഴാണ് ഈ ഇടവക്കാരനാണെന്നും വർഷങ്ങളായിട്ട് പാട്ന എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിൽ താമസമാക്കിയിരിക്കുകയാണെന്നും ഒരു സ്കൂള് സ്വന്തമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സാറെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അച്ഛന് സ്വാഗതം എന്ന് പറഞ്ഞതിൽ പ്രകാരം ഞാൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയും ഈ ഒരു യാത്ര യഥേഷ്ടം ആസ്വദിക്കുകയും ചെയ്യുകയായിരുന്നു. 2026 ഈ ഒരു യാത്ര ഞാൻ നടത്തുന്നത്. 2025 സാറിനെ പരിചയപ്പെടുന്നത് എങ്കിൽ പോലും നീണ്ട കാലഘട്ടത്തിലെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഞാൻ നടത്തിയിരിക്കുന്നത്. സാറിന്റെ പ്രത്യേകമായിട്ടുള്ള പിന്തുണയും സഹായവും അതോടൊപ്പം തന്നെ ക്ഷണനവും സ്വീകരിച്ചാണ് ഈ ഒരു യാത്ര ഞാൻ നടത്തുന്നത്. സ്കൂളിലെ എക്സാം നടക്കുന്ന സമയമാണെങ്കിൽ പോലും അച്ഛന്റെ സൗകര്യത്തിനനുസരിച്ച് എത്തിച്ചേർന്നുകൊണ്ട് എല്ലാം ഞാൻ ക്രമീകരിക്കും എന്ന് പറഞ്ഞതുപോലും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഏകദേശം 40ഓളം വർഷത്തോളം അവിടെ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്തു വരുന്ന സാറ് വെറുതെ സ്വാഗതമരുളുകയല്ല ചെയ്തത്, മറിച്ച് എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും സ്നേഹപൂർവം ഈ ഒരു ക്ഷണനം നടത്തുകയാണ് ചെയ്തത്. അത് അവിടെ ചെന്ന് തിരികെ പൊരുന്നോടം വരെ ഉള്ള സമയത്ത് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരികെ എത്തിയതിനു ശേഷമാണ് ഈ വീഡിയോ പോലും ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു യാത്രയുടെ അവസരത്തിൽ ഈ ഒരു യാത്രയുടെ ആരംഭഘട്ടത്തിൽ തന്നെ സാറിനെ നന്ദിപൂർവ്വം ഓർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യം ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്. ബീഹാറിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിപ്പം കൊണ്ട് കേരളത്തെക്കാൾ ഒത്തിരിയേറെ വലിപ്പമുള്ളതാണ് ബീഹാർ എന്ന് പറയുന്ന തലസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ ചെറിയൊരു സിറ്റിയാണ് പാട്ന എന്ന് പറയുന്നത്. തലസ്ഥാന നഗരിയാണ്. അതിലേക്കാണ് ഈ ഒരു യാത്ര നടത്തുന്നത്. ബീഹാറിന്റെ ഭാഗം തന്നെയായിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലേക്ക് പ്രവേശിക്കുന്ന ആരംഭഘട്ടത്തിലെ വീഡിയോയിലൊക്കെ നമ്മൾ ധാരാളം മരുഭൂമി പോലെ ഇരിക്കുന്ന മണലാരണ്യങ്ങൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അത് ബീഹാറിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ ധാരാളം പ്രദേശങ്ങൾ മണലാരണ്യം പോലെ കിടപ്പുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഒരു വിമാനയാത്ര ഞാൻ മനസ്സിലാക്കുകയാണ്. പാട്ന എന്ന് പറയുന്ന സിറ്റിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം കെട്ടിട സമുച്ചയങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സിറ്റി ലൈഫാണ് പാട്നയിലുള്ളത്. ബീഹാർ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട ഒരു
സംസ്ഥാനമാണ് എന്നുള്ള ചിന്തയാണ് നാളിതുവരെ എനിക്കുണ്ടായിരുന്നത്. പക്ഷേ പാറ്റ്ന എന്ന തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഡെവലപ്മെന്റിന്റെ പരമാവധി വ്യൂ ആണ് എനിക്ക് വിമാനത്തിൽ നിന്ന് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. പാറ്റ്നയിലേക്കുള്ള പ്രവേശനം തന്നെ എന്റെ ധാരണകളെ മുഴുവനും തിരുത്തുന്ന രീതിയിലാണ്. എയർപോർട്ടിന്റെ സമീപ ഭാഗത്തുള്ള ഏതാനും സ്ഥലങ്ങൾ കാടുപിടിച്ച് കിടക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതാ പാറ്റ്ന എയർപോർട്ടിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ലാൻഡിംഗ് നടക്കുകയാണ്. ലാൻഡിംഗ് കഴിഞ്ഞിരിക്കുന്നു. പാർക്കിംഗ് ഏരിയയിലേക്കുള്ള യാത്രയാണ് തുടർന്ന് നടത്തുവാനായിട്ട് പോകുന്നത്. ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇതാ പാറ്റ്ന എന്ന് പറയുന്ന ബീഹാറിന്റെ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ടേക്ക് ഓഫിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന സ്പൈസ് ജെറ്റും എനിക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇതാ പാർക്കിംഗ് ഏരിയയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. പാറ്റ്ന എയർപോർട്ട് നന്നേ ചെറുതായിരുന്നു. ഈ അടുത്ത കാലത്താണ് മനോഹരമായ രീതിയിൽ ആധുനികവൽക്കരിക്കുന്ന രീതിയിൽ പാറ്റ്ന എയർപോർട്ട് റെഡിയായത്. ആ എയർപോർട്ടിലാണ് ഞാൻ ലാൻഡ് ചെയ്തിരിക്കുന്നത്. വെൽക്കം ചെയ്തുകൊണ്ടുള്ള ബോർഡും എനിക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് ആളുകൾ ഇറങ്ങുകയാണ്. ആദ്യ ഭാഗത്ത് തന്നെ ഞാൻ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഞാൻ ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന ഒരു രംഗവും എയർപോർട്ടിന്റെ ഭാഗങ്ങളുമൊക്കെ ഏതാനും ചിത്രീകരണം ഞാൻ നടത്തുകയാണ് ചെയ്തത്. പാറ്റ്ന എന്ന് പറയുന്ന ആ ബോർഡ് ഒന്ന് ലഭ്യമാകണം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് വീഡിയോ ചിത്രീകരണം ഞാൻ ചുറ്റുപാടും ഒന്ന് നടത്തിയത്. ഞാൻ വന്നിറങ്ങിയ ഇൻഡിഗോ ഫ്ലൈറ്റ് എനിക്ക് വ്യക്തമായിട്ട് ഒപ്പിയെടുക്കുവാൻ ആ സമയത്ത് സാധിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പല എയർപോർട്ടുകളിലും യാത്ര ചെയ്തിരിക്കുകയാണ് ഞാൻ. ഇതാ ബീഹാർ എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിലെ എയർപോർട്ടിലും ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്.